ഫ്രണ്ട്സ് ബിഗിനേഴ്സ് മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പോളാർ ബ്ലൂ അതുപോലെ തന്നെ പോളാർ വൈറ്റും രണ്ട് പെയറിനെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ പോളാർ ബ്ലൂ അതിൻ്റെ മെയിൽ ഏകദേശം ഒരു ചാവാനായിട്ടുള്ള ഒരു ലെവലിലാണ് കിടക്കുന്നത്. കാരണം ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു രണ്ട് പേരും, അതായത് കുഞ്ഞുങ്ങളൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ കുഞ്ഞുങ്ങളെ കുറേ കാണുന്നുണ്ട്. കുറേയൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു. കാരണം അവർ ഈ പോളാർ വൈറ്റ് കഴിക്കുമല്ലോ. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ അവിടെയും ഇവിടെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലായിരുന്നു നമ്മുടെ പോളാർ ബ്ലൂ ഉണ്ടായിരുന്നത്. ഇതിലായിരുന്നു പോളാർ ബ്ലൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പോളാർ വൈറ്റിന് കുറഞ്ഞ ആരോഗ്യമുള്ളായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ ആരോഗ്യം വെച്ചു. ഇതുപോലെ തന്നെ ഇവിടെയായിരുന്നു അവരെ ഫീമെയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നേരെ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞു. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറയട്ടോ. ഇവിടെയായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ ഇപ്പം ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടേക്ക് വൈറ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂ എവിടെയാണെന്നല്ലേ, ഇവിടെയാണ് നമ്മുടെ പോളാർ ബ്ലൂ ഉള്ളത്. പോളാർ ബ്ലൂ ചത്തു. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പോളാർ ബ്ലൂ ചത്തുപോയി. അത്യാവശ്യം നല്ല മെയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലായിരുന്നു. അപ്പോൾ ബ്ലൂ ചത്തുപോയി. എന്താണ് പറ്റിയത് എന്താണെന്നൊന്നും അറിയില്ല. ഒരു മുറിവ് പോലും ഇല്ല. പക്ഷേ എങ്ങനെ ചത്തുപോയെന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവരെ കുറച്ച് എങ്ങനെയാണ്, അതായത് ഞാൻ ഇട്ട രീതി ശരിയാണോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണോ ഇനി ചത്തുപോയതെന്നും അറിയില്ല. ഒരു ഒരു ചെറിയൊരു മിടിപ്പുണ്ടായിരുന്നു. ഞാനൊരു ഉപ്പുവെള്ളം കലക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു മിടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതും നടന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് പറയുക. കാരണം ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ് കുറച്ച് നേരം കൂടെ. എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ചെറിയൊരു മിടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇതാണ് എൻ്റെ അക്വേറിയം വരുന്നത്. ചെറിയ എയറേഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവറ്റകളെ കുഞ്ഞുങ്ങൾ അവിടെ ഇടയ്ക്ക് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. നാട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ, പൊടി മക്കളാണ്. അപ്പോൾ ഇവർക്ക് എന്താ ഫുഡ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ നമ്മുടെ വൈറ്റ് അത്യാവശ്യം ആക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റിന് ചെറിയൊരു മുറിവും കൂടെ പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ചികിളേൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു മുറിവും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നിപ്പോൾ രാത്രി ഞാൻ ഇവിടെ വന്ന സമയത്ത്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് കണ്ട കാഴ്ചയാണത്. കാരണം അത് ഒരു ചാവാനായി ഏകദേശം മറഞ്ഞ് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. ഞാൻ അപ്പം തന്നെ കുറച്ച് നമ്മുടെ സോൾട്ട് വാട്ടർ ഒന്ന് സെറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ടു. പക്ഷേ നമുക്ക് പോളാർ ബ്ലൂവിനെ രക്ഷിക്കാനായില്ല. കാരണം ഞാൻ രാവിലെയും വന്ന് നോക്കിയ സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എന്താ പെട്ടെന്ന് സംഭവിച്ചു ഒന്നും എനിക്കറിയില്ല. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും പോളാർ ബ്ലൂ പോളാർ വൈറ്റൊക്കെ ഇതാക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഇത് കണ്ടിട്ട് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നല്ല സങ്കടത്തോടു കൂടി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.